السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടലിന് അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ സദസ്സുകളിൽ ഇനിയും ഒരുപാട് കാലം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബ് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇവിടെ മുമ്പ് നടന്ന 2 ക്ലാസ്സുകളിലായി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആനിനോടും സുന്നത്തിനോടുമുള്ള വിശ്വാസികളുടെ നിലപാട് എന്താണ് എന്നതിനെ വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനമായി സംസാരിച്ച ക്ലാസ്സിൽ ഹദീസിൻ്റെ പ്രാമാണികതയും ദീനുൽ ഇസ്ലാമിൽ ഹദീസിൻ്റെ സ്ഥാനത്തെ സംബന്ധിച്ചും വളരെ വിശദമായി കൊണ്ട് തന്നെ ഷഹീർ ഉസ്താദ് ഇവിടെ സംസാരിച്ചു. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ദീനിൻ്റെ അടിസ്ഥാനപരമായ ഹദീസുകൾ അതിനെ നിഷേധിക്കുകയും തള്ളുകയും പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ഹദീസുകളെ വക്രീകരിക്കുകയും ജനസമൂഹത്തിൽ ഹദീസിൻ്റെ പ്രാധാന്യം താറടിക്കുന്ന രൂപത്തിൽ ജനസമൂഹത്തിനിടയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ ഈ അടുത്തായി വളരെ ജനങ്ങൾ അതിലകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ അറിവില്ലായ്മയുടെ പേരിൽ, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ദേഹേച്ഛയെ പിൻപറ്റിക്കൊണ്ട് അധിക ജനങ്ങളും ഈ വിഷയത്തിൽ വഞ്ചിതരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധവും അതിൻ്റെ ഗൗരവവും ഒരു ഹദീസ് നിഷേധനത്തിൻ്റെ ഹുക്മിനെ സംബന്ധിച്ചുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാനും അത് കേൾക്കാനും അതിലുപരി ഉൾക്കൊള്ളാനും റഹ്മാനായ റബ്ബ് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, എക്കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഖുർആനും സുന്നത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കിടയിൽ അതിൻ്റെ പ്രാമാണികതയെ സംബന്ധിച്ചും ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ മഹത്വത്തെ സംബന്ധിച്ചും എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതൊരു കാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികളെ, ആ കാലഘട്ടത്തിലെ എന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സാഹിത്യ സാമ്രാട്ടുകളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. അത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു വിശദീകരിച്ചതും ആണ്. അതുകൊണ്ട് അല്ലാഹു ആ മക്കത്തെ ഖുറൈശികളെ വെല്ലുവിളിച്ചത്, നിങ്ങൾ സാഹിത്യകാരന്മാരാണ്, ബലീഗായ ഫുസഹാക്കളാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പോലെ ഒരു സൂറത്തിനെ, ഒരായത്തിനെ കൊണ്ടുവരാൻ നിങ്ങൾ കൊണ്ട് സാധിക്കുമോ? ഇത് അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. അത് ആ കാലഘട്ടത്തിൽ മാത്രം ബാധകമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെയും അള്ളാഹുവിൻ്റെ വെല്ലുവിളി ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എക്കാലഘട്ടത്തിലും ഖുർആൻ മാറ്റിവെച്ചുകൊണ്ട് ഹദീസിലൂടെയാണ് ഈ മുസ്ലിം സമുദായത്തിൽ അവരുടെ ആദർശം, അവരുടെ ഇബാദാത്തുകൾ, അവരുടെ സ്വഭാവ സംസ്കരണം ഇതൊക്കെ ഇല്ലാതാക്കാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലഘട്ടത്തിലും പരിശ്രമിച്ചത് ഹദീസുകളെ മുസ്ലിം സമുദായത്തിനിടയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ്. മുമ്പ് ഷെയ്ഖ് ഉസ്താദ് പറഞ്ഞതുപോലെ പല ഉദാഹരണങ്ങളും അതിന് സാക്ഷിയും കൂടിയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഹദീസ് എന്ന് പറഞ്ഞാൽ അൽ മസ്ദറു സാനി ലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മസ്ദറിന്റെ 2ാമത്തെ മസ്ദറാണ് ഫിൽ അദദ് ലാ ഫി തർതീബ്. ഇതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഖുർആൻ പോലെ തന്നെ
ദീനുൽ ഇസ്ലാമിൻ്റെ പ്രമാണമായി അംഗീകരിക്കേണ്ടതാണ് ഹദീസിനെ. അതിന് ഒരു 2 ഹദീസുകൾ മാത്രം നമുക്ക് വിശദീകരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസ് ആയാത്തുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും മുമ്പത്തെ ക്ലാസ് നിങ്ങൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ സഹാബി പറയാൻ, ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്യാഅ യൗമ ഖൈബർ. ഖൈബർ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ഈ ഉമ്മത്തിന് ഹറാമാക്കി, പാടില്ല എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വർണം, ആഭരണം. സ്വർണ്ണാഭരണം ഈ സമുദായത്തിലെ ഈ ഉമ്മത്തിന്റെ ആണുങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കി. എന്നിട്ട് ഈ സംഭവം നടന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂഷികു അഹദുകും അൻ യുകദ്ദിബനി വഹുവ മുത്തഖിഉൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ സമുദായത്തിൽ ചില ആൾക്കാർ വരും, അവരവരുടെ ചാരു കസേരയിൽ ഇങ്ങനെ ചാരിയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കളവാക്കും, നിഷേധിക്കും. ഇവിടെ ഉദ്ദേശം റസൂലുള്ളാഹി തങ്ങളെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ കള്ളനാണ് എന്ന് പറയലല്ല, മറിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകൾ അവർ നിഷേധിക്കും. യുഹദ്ദിസു ബിഹദീസി, റസൂൽ പറയാൻ അവരെന്റെ ഹദീസുകൾ ഇങ്ങനെ പറയും. എന്നിട്ടോ ഫയഖൂൽ, എന്നിട്ട് അവരിങ്ങനെ പറയും, ബൈനനാ വബൈനകും കിതാബുല്ലാഹ്, നമുക്കും നിങ്ങൾക്കും ഇടയിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്. ഫമാ വജദ്നാ ഫീഹി മിനൽ ഹലാൽ, ആ അള്ളാഹുവിന്റെ കിതാബിൽ ഹലാലായിട്ട് നമ്മളൊരു കാര്യം കണ്ടാൽ ഇസ്തഹ്ലൽനാഹു, നമ്മളതിനെ ഹലാലായിട്ട് കാണും. ആ കിതാബിൽ ഹറാമായിട്ട് നമ്മളൊരു കാര്യം കണ്ടാൽ നമ്മളതിനെ ഹറാമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതായത് നമുക്ക് ഖുർആൻ മതി, ഹദീസ് വേണ്ട എന്നൊരു പ്രവണത ഈ ഉമ്മത്തിൽ വരും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല, പ്രിയപ്പെട്ടവർ, നിങ്ങൾ അറിയണം, ഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മാ ഹറമല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ കാര്യങ്ങൾ അത് അല്ലാഹു ഹറാമാക്കിയത് പോലെയാണ് എന്ന്. ഇതൊരു ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഹദീസിന്റെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുന്ന ഒരു സമുദായം ഈ ഉമ്മത്തിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, അവർ ജൂതന്മാരുടെ തന്ത്രങ്ങൾ അറിയാതെ അവരുടെ വഞ്ചനയിൽപ്പെട്ട് ഈ ഉമ്മത്തിന്റെ ആൾക്കാരാണെന്ന് പറയപ്പെടുകയും എന്നിട്ട് ഉമ്മത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഹദീസിനെ അവർ തള്ളും, അവർ നിഷേധിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തന്നൊരു താക്കീതും കൂടിയാണ്. ഇവിടെയാണ് ചില ആൾക്കാരുടെ ചില അധിക പ്രസംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അടുത്ത കാലഘട്ടത്തിലായി നമ്മുടെ നാട്ടിൽ തന്നെ എത്രത്തോളം ഈ ഹദീസിനെ നിഷേധിക്കുന്ന പ്രവണത ഉടലെടുത്തിട്ടുണ്ടെന്ന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ചില ആൾക്കാർ പറയുകയുണ്ട്, ഈ അടുത്ത കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസിന്റെ കിതാബുകൾ, പ്രത്യേകിച്ചും സഹീഹുൽ ബുഖാരി, കാരണം അള്ളാഹുവിന്റെ ഖുർആനിന് ശേഷം ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ക്രോഡീകരിച്ച സഹീഹുൽ ബുഖാരി എന്ന കിതാബ് അത് തോട്ടിലേക്ക് വലിച്ചെറിയേണ്ടതാണെന്നും അത് ഈ ഉമ്മത്തിന് ആവശ്യമില്ല എന്നും, കാരണം വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചതും, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം നമുക്കില്ല എന്നും പറയുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലും ഇന്ന് ഒരുപാട് നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കൾ തുടങ്ങി വെക്കുകയും നമ്മൾ കിതാബുകളിലും പുസ്തകങ്ങളിലും പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുഅ്തസിലിയാക്കൾ ചെയ്തു വെച്ച ആ പ്രവണത ഇന്ന് നമ്മുടെ നാട്ടിലും നമ്മുടെ ചില സഹോദരങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഹദീസ് നിഷേധത്തിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ പറയുന്ന ഒരു ആരോപണം, ഹദീസിന്റെ കിതാബുകൾ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരുപാട് കാലഘട്ടത്തിന് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഖുർആൻ മതിയായതാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാനഘോഷങ്ങളിൽ അവരുടെ അജ്ഞതയാണ് അറിയിക്കുന്നത്. സഹാബാകളുടെ കാലഘട്ടത്തിലെ ഹദീസിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഔദ്യോഗികമായ രൂപത്തിലല്ല എങ്കിലും, അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവത്തിൽ കാണാം. അദ്ദേഹം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ച്
ഏറ്റവും കൂടുതൽ അറിവുള്ള ഒരാൾ അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. കാരണം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തതും ആ സഹാബിയ. 5374 ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, എന്നാൽ ഞാനും അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വ്യത്യാസം, ഞാൻ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് മനഃപ്പാഠമാക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തി വെക്കുമായിരുന്നു എന്ന്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ സഹാബാക്കൾ ഹദീസുകൾ ക്രോഡീകരിച്ചിരുന്നു എന്ന്. അസ്വാദിഖ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ കൈകളിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതേപോലെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ കാണാം, അലി റളിയല്ലാഹുവിന്റെ കൈകളിലും അന്ന് അഹ്കാമുദ്ദിയ, ദിയയുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ രേഖപ്പെടുത്തിയ ഹദീസുകൾ അദ്ദേഹത്തിന്റെ കൈകളിലും ഉണ്ടായിരുന്നു. ഇത് ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുമ്പോൾ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇനി സഹാബാക്കളുടെ കാലം കഴിഞ്ഞു, പിന്നീട് താബിഈകളുടെ കാലഘട്ടത്തിൽ തന്നെ ഹദീസിന്റെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി, മുസ്ലിം അല്ല ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, മറിച്ച് അവർ ജനിക്കുന്നതിന് മുമ്പേ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത് ഏകദേശം ഹിജറ 194 എന്നാൽ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭൂമിലോകത്ത് മരണപ്പെടുന്നത് 174. ഇമാം ബുഖാരി ജനിക്കുന്നതിനേക്കാൾ വർഷങ്ങൾക്ക് മുമ്പ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹദീസിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു സീരി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു ഉദ്ധരണിയിൽ കാണാം, ഈ സംഭവം വായിച്ചാൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഹദീസിന്റെ വിഷയത്തിൽ, ഹദീസിന്റെ ക്രോഡീകരണത്തിലും ഹദീസിന്റെ റിവായത്തുകളിലും പണ്ഡിതന്മാരും താബിഈകളും സഹാബാക്കളും എത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്, എത്ര സൂക്ഷ്മ നിലപാടുകളാണ് അവർ സ്വീകരിച്ചതെന്ന് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇബ്നു സീരി റഹ്മത്തുള്ളാഹി പറയാം, ലം യകൂനു യസ്അലൂന അനിൽ ഇസ്നാദ്, സഹാബാക്കളും താബിഈകളും അവരുടെ കാലഘട്ടത്തിൽ ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച്, സനദ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് ഉദ്ധരിക്കുന്ന ആൾക്കാരുടെ കണ്ണി, അങ്ങനെയാണ് സനദ് എന്ന് പറയാം. ഈ സനദിനെ സംബന്ധിച്ച് അവർ ചോദിക്കുമായിരുന്നില്ല. ഫലമ്മാ വഖഅത്തിൽ ഫിത്ന, അങ്ങനെ ഇസ്ലാമിക രാജ്യത്ത് ആദ്യമായി ഫിത്നകൾ സംഭവിച്ചപ്പോൾ, ഇവിടെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയോടുകൂടി തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിപ്ലവം. രണ്ടാമത്തത്, ആ കാലഘട്ടത്തിൽ ഉടലെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ ഒരു സങ്കീർണതയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ള ഖവാരിജുകളുടെ രംഗപ്രവേശനം. ഇത് രണ്ടുമാണ് ഇവിടെ ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖവാരിജുകളാണ് ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ സഹാബാക്കളെ കാഫിറാക്കിയും റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അവിടെയാണ് ഫിത്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഫിത്നകൾ ഉണ്ടായപ്പോൾ ഖാലു, ആ സഹാബാക്കളും താബിഈകളും പറയുമായിരുന്നു, സമ്മൂ ലനാ റിജാലക്കും. ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് ഒരാൾ ഒരു ഹദീസ് പറഞ്ഞാൽ ഈ സഹാബാക്കളും താബികളും അവരോട് പറയും, സമ്മൂ ലനാ റിജാലക്കും, നീ എവിടുന്നാ കേട്ടത്, നിനക്കാരാ പറഞ്ഞു തന്നത് എന്ന് വ്യക്തമാക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. എന്നിട്ടോ ഫയുൻളറു ഇലാ അഹ്ലിസ്സുന്ന ഫയുഖദു ഹദീസുഹും, ആ പറഞ്ഞു കൊടുത്തതിൽ അഹ്ലുസുന്നയുടെ ആൾക്കാരാണെങ്കിൽ അവരെ ഹദീസ് സ്വീകരിക്കും. എന്ന് നേരെ മറിച്ച് അഹ്ലുൽ ബിദ്അന്റെ ഖവാരിജുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നതെങ്കിൽ അവരതിനെ തള്ളുകയും ചെയ്യും. ഇതാണ് ഈ സംഭവം വിശദീകരിക്കുന്നത്. ഇതിന്റെ അർത്ഥം സഹാബാക്കളുടെ കാലഘട്ടത്തിലെ അവർ ഹദീസ് സ്വീകരിക്കുന്നതിലും ഹദീസിന്റെ സംരക്ഷണത്തിലും ഹദീസിന്റെ ക്രോഡീകരണത്തിലും കുറ്റമറ്റ രൂപത്തിൽ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വിശദീകരിക്കുന്നത്. വേറെ ഹദീസിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ ഒരു സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാ, എൻ്റെ പേരക്കുട്ടി മരണപ്പെട്ടു. ആ പേരക്കുട്ടി മരണപ്പെട്ടാൽ എനിക്ക് എത്രയാണ് സ്വത്ത് കിട്ടുക? കുട്ടിയുടെ സ്വത്തിൽ നിന്നും എത്രയാണ് എനിക്ക് കിട്ടുക? ഒരു ഉമ്മമ്മ എന്ന നിലക്ക്, ജദ്ദത്ത് എന്ന നിലക്ക് എനിക്ക് എത്ര സ്വത്ത് കിട്ടും? ആ സ്ത്രീ ചോദിച്ച ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് എത്ര സ്വത്ത് കിട്ടുമെന്ന കാര്യം പരിശുദ്ധ ഖുർആനിലോ റസൂലുള്ളാഹി തആല ഹദീസുകളിലോ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. കാരണം ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി ഹദീസുകൾ വിശദീകരിച്ച ഹദീസാകട്ടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ആ സമയം തന്നെ സദസ്സിലുണ്ടായിരുന്ന മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ സ്വത്ത് ഓഹരി വെക്കുന്ന സമയം ആ സദസ്സ് ഞാൻ ഉണ്ടായിരുന്നു. ആ സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടി മരണപ്പെട്ടപ്പോൾ ഉമ്മമ്മാക്ക് കൊടുത്തത് സുദുസാണ്. സ്വത്തിന്റെ 1/6 ഭാഗമാണ് റസൂലുള്ളാഹി തങ്ങൾ ഓഹരി വെച്ച് കൊടുത്തത്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതങ്ങനെ സ്വീകരിക്കല്ല ചെയ്തത്, മറിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ മഅക അഹദുൻ, നിന്റെ കൂടെ വേറെ ആരെങ്കിലും സാക്ഷിയായിട്ടുണ്ടോ എന്ന്. അതിന്റെ അർത്ഥം ഹദീസ് സ്വീകരിക്കുന്നതിൽ അവർ കാണിച്ച സൂക്ഷ്മതയാണ്. ഏത് കാലഘട്ടത്തിൽ? റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ, ഹിജറ 11 ശേഷം. ഹിജറ 13 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അപ്പോൾ 11 റസൂൽ വഫാത്തായി, 13 അബൂബക്കർ സിദ്ദീഖ് വഫാത്തായി. അതിനിടയിലുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. എന്നിട്ട് റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചപ്പോൾ മുഹമ്മദ് ബിൻ മസ്ലമ എന്ന് പറയുന്ന സഹാബ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ഞാനും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, എങ്കിൽ നിന്റെ പേരക്കുട്ടിയുടെ സ്വത്തിൽ നിന്നും സുദുസ് 1/6 നീ എടുത്തുകൊള്ളുക എന്ന് വിധിക്കുകയും ചെയ്തു. ഈ സംഭവം വിശദീകരിക്കുന്നത് ആ കാലഘട്ടത്തിലും സഹാബാക്കൾ ഹദീസ് സ്വീകരിക്കുന്നതിലും ഉദ്ധരിക്കുന്നതിലും ക്രോഡീകരിക്കുന്നതിലും കാണിച്ചിട്ടുള്ള സൂക്ഷ്മതയാണ്. അതേപോലെ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി, ഒരു ഹദീസ് ഉദ്ധരിച്ച റാവിയോട് നിങ്ങൾ എവിടെ നിന്നാണ് കേട്ടത് എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം, അതായത് ഈ ജാബിർ ബിൻ അബ്ദുല്ല ഹദീസ് കിട്ടി, പക്ഷെ ആ ഹദീസിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മദീനയിൽ നിന്നും 1 മാസം യാത്ര ചെയ്ത് ഷാമിലെത്തുകയും ഷാമിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ട വ്യക്തിയോട് ഈ ഹദീസിനെ സംബന്ധിച്ച് ചോദിക്കുകയും അദ്ദേഹം ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണെന്ന് പറഞ്ഞപ്പോൾ ആ ഉത്തരം കിട്ടേണ്ട താമസം താൻ സഞ്ചരിച്ച ഒട്ടകപ്പുറത്ത് നിന്ന് സാധനം താഴേക്ക് വെക്കുന്നതിന് മുമ്പ് തിരിച്ച് മദീനയിലേക്ക് യാത്ര ചെയ്ത സംഭവം ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാം. ഒരു ഹദീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി, ഒരു ഹദീസ് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവർ കാണിച്ച സൂക്ഷ്മതയാണ് ഈ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ പ്രിയമുള്ളവരെ, പിന്നെ ഈ ഹദീസുകൾ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണെന്നും വർഷങ്ങൾക്ക് ശേഷം ക്രോഡീകരിക്കപ്പെട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് തള്ളാൻ എന്ത് മാനദണ്ഡം നമുക്ക് മുന്നിലുള്ളത്? അത് വെറും ചാപല്യങ്ങൾ മാത്രമല്ലാതെ പിന്നെന്താ? ബുദ്ധിയുള്ള മനുഷ്യന്മാർ സ്വീകരിക്കുന്ന കാര്യമാണോ? അത് മാത്രമല്ല, ആദ്യമായി ഹദീസിന്റെ ക്രോഡീകരണം നടക്കുന്നത് ഔദ്യോഗിക രൂപത്തിൽ, അതല്ലാതെ മുമ്പ് പറഞ്ഞതുപോലെ സഹാബാകളുടെ കാലഘട്ടത്തിലും താബിയുടെ കാലഘട്ടത്തിലും ഹദീസൊക്കെ ക്രോഡീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗിക രൂപത്തിൽ ഹദീസിന്റെ ക്രോഡീകരണം നടക്കുന്നത് ഹിജറ 101 മരണപ്പെട്ട മുജദ്ദിദുൽ ഇസ്ലാമായി അറിയപ്പെട്ടിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹമാണ് ആദ്യമായി ഹദീസ് ഒരു ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ ഔദ്യോഗിക രൂപത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മദീനയിലെ ഗവർണറായ അബൂബക്കർ ബിൻ ഹസം റഹ്മത്തുള്ളാഹി അലൈഹി കത്തെഴുതി. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളൊക്കെ മരിച്ചു തീരുകയാണ്, അല്ലേ? അവസാനത്തെ സഹാബി തുഫൈൽ ബിൻ അംർ മരണപ്പെട്ടത് ഹിജറ 100. അതോടുകൂടി സഹാബാക്കൾ ഭൂമി ലോകത്ത് നിന്ന് ഇല്ലാണ്ടായി. അപ്പൊ സഹാബാക്കളൊക്കെ മരിച്ചു തീരുകയാണ്. അതേപോലെ ആ സഹാബാക്കളിൽ നിന്ന് ഹദീസ് പഠിച്ച താബിഈകളും കിബാറു താബിഈകളും മരിച്ചു തീരുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഹദീസ് ക്രോഡീകരിക്കണം. എല്ലാ പണ്ഡിതമടുക്കലും പോയി അവർ ശേഖരിച്ച ഹദീസുകൾ ഒരുമിച്ച് കൂട്ടി ഒരു ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കാൻ ആദ്യമായി കൽപ്പന പുറപ്പെടുവിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അബൂബക്കർ ഹസം അദ്ദേഹം ആ പണി തുടങ്ങി മദീനയിൽ. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ലോകത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഹദീസിന്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാരുടെ ജോലി തുടങ്ങി, ഓരോ ഹദീസുകൾ ക്രോഡീകരിക്കാൻ. ഇമാം സുഹരി മക്കയിലും, ഇബ്നു ജുറൈജും ഇബ്നു ഇസ്ഹാഖും മക്കയിലും, ഇമാം മാലിക് മദീനയിലും, ഹമ്മാദ് ബിൻ സുലൈമാൻ ബസറയിലും, സുഫിയാൻ അത്തൗരി റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയിലുമായി കൊണ്ട് ഹദീസിന്റെ ക്രോഡീകരണത്തെ അവർ മുഴുകി വ്യാപൃതരായി. ഓരോരുത്തരും ഹദീസുകൾ ക്രോഡീകരിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ക്രോഡീകരിച്ച ഇമാം മാലിക്കിന്റെ മുവത്ത എന്ന് പറയുന്ന കിതാബ് പുറത്തിറങ്ങുന്നത്. ഇമാം മാലിക്കിന്റെ മുവത്ത ഏകദേശം ഹിജ്റ 179 ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മരണപ്പെടുന്നത്. 93 അദ്ദേഹത്തിന്റെ ജനനം. 93 അദ്ദേഹമാണ് ആദ്യമായി ഹദീസിന്റെ ക്രോഡീകരണം നടത്തുന്നത് മുവത്ത എന്ന് പറയുന്ന കിതാബിലൂടെ. അതിനുശേഷമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന സഹീഹ് ബുഖാരി, മുസ്ലിം ഒക്കെ ഉദ്ധരിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്നത്, അവർ ആ ഹദീസുകൾ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് മുസന്നഫ് അബ്ദുർ റസാഖ്, അതേപോലെ തന്നെ മുസ്നദ് അബി ദാവൂദ്, മുസ്നദ് ഇമാം അഹ്മദ്, അതേപോലെ മുസ്നദ് അബി തയാലിസി എന്ന് പറയുന്ന അതേ ഇമാം മാലിക്കിന്റെ മുവത്ത,
ഈ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പേ. ഇമാം ബുഖാരിയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളാണ് ഇതൊക്കെ. അതിൻ്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സഹാബാക്കൾ അവസാന കാലഘട്ടത്തിൽ തന്നെ ക്രോഡീകരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ ആധുനിക കാലഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തിൽ ബുഖാറ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനനം കൊള്ളുന്നത്. അദ്ദേഹം ഹിജ്റ 194 ജനിക്കുന്നത്. 194 ജനിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, മുഹദ്ദിസ് ഖുറാസാൻ എന്നറിയപ്പെട്ട വലിയ പണ്ഡിതനാണ് ഹദീസിൻ്റെ, ഈ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി തൻ്റെ സദസ്സിൽ വെച്ചുള്ള ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചിട്ടുള്ള നൂതനമായ കുറ്റമറ്റ ഒരു കിതാബ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുന്നുവെങ്കിൽ വളരെ നന്നായനെ എന്ന് തൻ്റെ ഉസ്താദിൻ്റെ ഒരു അഭിലാഷ. ഇത് കേട്ടപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഈ ഉസ്താദിൻ്റെ ഇസ്ഹാഖ് ബിൻ റാഹവി എന്ന് പറയുന്ന ഉസ്താദിൻ്റെ വാക്കുകൾ ജനങ്ങൾ ചെവി കൊണ്ട് കേട്ടപ്പോൾ ഞാൻ കേട്ടതെൻ്റെ ഹൃദയം കൊണ്ടാണ്. എന്നിട്ട് ഞാനതിന് തയ്യാറായി. ചരിത്രത്തിൽ കാണാം, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവനും, അദ്ദേഹത്തിന് അനന്തരമായി കിട്ടിയിട്ടുള്ള മുഴുവൻ സ്വത്തുക്കളും ഉപയോഗിച്ച് ഏകദേശം 16,000 കിലോമീറ്റർ ആധുനിക കാലഘട്ടത്തിലെ ഗതാഗത സൗകര്യങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കുതിരയെയും കഴുതയെയും ഒട്ടകങ്ങളെയും മാത്രം സഞ്ചാരപഥമായി ഉപയോഗിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 16,000 കിലോമീറ്റർ യാത്ര ചെയ്തതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ലോകത്തിലെ വ്യത്യസ്തമായ മ്യൂസിയങ്ങളിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്ത ഭൂപടം വരച്ച് രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധ്യമാണ്. മദീനയിൽ ഇന്നും അത് നമുക്ക് കാണാൻ പറ്റും. ഇന്നും പോയാൽ മദീനയിലെ മക്തബത്തുൽ മർക്കസിയയിൽ ഇന്നും അത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ സഞ്ചാര പദങ്ങൾ അത് കൂട്ടിയിട്ടാണ് ഏകദേശം കണക്കാക്കിയത് പണ്ഡിതന്മാർ. 16,000 കിലോമീറ്ററാണ് ഗതാഗത സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ ക്രോഡീകരണത്തിന് വേണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. 16 വർഷമെടുത്തു ആ ഹദീസിന്റെ കിതാബ് പൂർത്തീകരിക്കാൻ. 16 വർഷം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സകല കഴിവുകളും ബുദ്ധിയും ഹിഫ്ളും പ്രാപ്തിയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ കാലഘട്ടം വരെ എന്നല്ല, ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം സമുദായം ഹദീസിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്തെടുത്താലും ഇമാം ബുഖാരിയുടെ തട്ട് അത് താണു തന്നെ ഇരിക്കും. കാരണം അത്രമേൽ കുറ്റമറ്റ രൂപത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിന്റെ ക്രോഡീകരണം നടത്തിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ പോലെ ഒരാൾ ഒരു കിതാബ് രേഖപ്പെടുത്തി, ഒരു കിതാബ് രചിച്ചു, എന്നിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് അതൊരു തുലനം ചെയ്യുകയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ഗവേഷണം ചെയ്തിട്ട് അതങ്ങ് പബ്ലിഷ് ചെയ്തതല്ല ഇമാം ബുഖാരിയുടെ കിതാബ് സഹീഹുൽ ബുഖാരി. മറിച്ച് ഇമാം ബുഖാരി തന്നെ പറയുന്നതായിട്ട് കാണാം, അദ്ദേഹം ഈ ഹദീസിന്റെ ക്രോഡീകരണം നടത്തിയതിന് ശേഷം തൻ്റെ ഉസ്താദായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുഹീസ് സുന്ന, ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതൻ എന്ന് മാത്രമല്ല, ഇമാം ബുഖാരിയുടെ ഉസ്താദ് കൂടിയായ അലി ബിൻ മദീനി, അതേപോലെ ഇമാം ബുഖാരിയുടെ ഉസ്താദായ സമകാലികനും ആ കാലഘട്ടത്തിലെ ഹദീസിന്റെ അഗ്രഗണ്യന്മാരായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ള യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി ഇവർക്ക് കാണിച്ചു കൊടുത്തു തൻ്റെ കിതാബ് സഹീഹ്. ഞാൻ രേഖപ്പെടുത്തിയ സഹീഹിന്റെ കിതാബ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ആ ഹദീസിനെ സംബന്ധിച്ച് പഠിച്ചു. അവർ പഠിച്ചിട്ട് 4 ഹദീസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഇമാം ബുഖാരി പറഞ്ഞതുപോലെ കുറ്റമറ്റ രൂപത്തിലുള്ള സഹീഹായ ഹദീസുകളാണെന്ന് വശഹീദു ലഹു ബിസ്സിഹ അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി പറയാൻ, ആ 4 ഹദീസുകൾ പിന്നീട് ഗവേഷണം ചെയ്യുകയും ആ ഹദീസിനെ സംബന്ധിച്ച് പഠിക്കുകയും ചെയ്തപ്പോൾ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, പിന്നീട് അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് അന്ന് ഇമാം ബുഖാരി ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് ആ നിലപാട് തന്നെയാണ് ശരി. ഈ ഹദീസും കുറ്റമറ്റ രൂപത്തിലുള്ള എക്കാലഘട്ടത്തിലും സഹീഹായ ഹദീസുകളാണെന്ന് മുസ്ലിം ലോകം ഐക്യകണ്ഠേന തീരുമാനിച്ചതാണെന്ന് ഇമാം ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി പിന്നീട് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന്റെ അർത്ഥം സഹീഹുൽ ബുഖാരിയുടെ ഓരോ ഹദീസുകളും കുറ്റമറ്റ സഹീഹായ ഹദീസുകളാണ്. ആ രൂപത്തിലാണ് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ക്രോഡീകരിച്ചത്. ഇമാം ബുഖാരി തന്നെ പറയുന്നതായി ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ഫതുഹുൽ ബാരി സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. ഇമാം ബുഖാരി പറയാൻ, മാ അദ്ഖൽതു ഫീ കിതാബി അൽ ജാമി. അൽ ജാമി എന്ന് പറഞ്ഞാൽ സഹീഹ് ബുഖാരിന്റെ പേരാണ്. ഈ അൽ ജാമി എന്ന സഹീഹായ എൻ്റെ ഈ കിതാബിൽ ഞാൻ ഒരു ഹദീസും എഴുതി ചേർത്തിട്ടില്ല ഇല്ലാ മാ സഹ, സഹീഹായി ഉദ്ധരിക്കപ്പെട്ടതല്ലാതെ. സഹീഹായി ഉദ്ധരിക്കപ്പെട്ടതല്ലാത്ത
ഒരു ഹദീസും ഈ കിതാബിനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുമാത്രമല്ല, ഇമാം ബുഖാരി, ഇമാം മുസ്ലിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ സഹീഹായ കിതാബ് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി അവർ നിർമ്മിച്ചിട്ടുള്ളതായ അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ ശുറൂത്തുകളും അത് വായിച്ചിട്ട് ഇമാം അബൂ ഈസ അത്തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്. ഇമാം തിർമിദിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇലലുകളെ സംബന്ധിച്ച് അഗ്രഗണ്യനായ പാണ്ഡിത്യമുള്ള, ഭൂമി ലോകത്ത് ഇന്നേ വരെ ഇലലുകളെ സംബന്ധിച്ച് ഒരാളും നടത്താത്ത ഗവേഷണവും പഠനവും നടത്തിയ ഇമാം അബൂ ഈസ തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ബുഖാരിയുടെ സനദിനെ സംബന്ധിച്ച് പറഞ്ഞത്, ലം അറ അഅലമു ബിൽ ഇലലി വൽ അസാനീദി മിൻ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരി. ഇമാം ബുഖാരിയേക്കാൾ കൂടുതൽ സനദുകളെ സംബന്ധിച്ചും ഹദീസുകളെ ഇല്ലത്തിനെ സംബന്ധിച്ചും, ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാൾക്ക് നോക്കിക്കാണാൻ പറ്റാത്ത സാധനമാണ്. അഗ്രഗണ്യന്മാരായ ഹദീസിന് വേണ്ടി സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ജീവിതം പണയം വെച്ച പണ്ഡിതന്മാർക്ക് മാത്രമേ ഇലലുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഇലലുകളെ സംബന്ധിച്ച് ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ പാണ്ഡിത്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇമാം മുഹമ്മദ് ബിൻ ഇസ്മാഈൽ അൽ ബുഖാരിയെ പോലെ എന്ന് ആരാ പറയുന്നത്? അബൂ ഈസ അത്തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി. അത് മാത്രമല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നതായിട്ട് കാണാം, വശറതുഹു ഫീ സഹീഹിഹി ഹാദാ, ഇമാം ബുഖാരി തന്റെ ഈ സഹീഹിൽ കൊടുത്തിട്ടുള്ള ഓരോ ഹദീസുകളും അതിന് അദ്ദേഹം വെച്ച മാനദണ്ഡങ്ങൾ അഅസ്സു മിൻ ശർത്തി കുല്ലി കിതാബിൻ സുന്നിഫ ഫി സഹീഹ്, ഇന്ന് ഭൂമി ലോകത്ത് സഹീഹായി രേഖപ്പെടുത്തപ്പെട്ട എല്ലാ കിതാബുകളിലും അതിന്റെ ഗ്രന്ഥകാരന്മാർ വെച്ചിട്ടുള്ള നിബന്ധനകളെക്കാളും ഷർത്തുകളെക്കാളും പവർഫുള്ളായ, എല്ലാ നിലക്കും കുറ്റമറ്റ രൂപത്തിലുള്ള ഷർത്തുകളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളത്, വെച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല, ലാ യുവാസിഹി ഫീഹി ഗൈറുഹു, മറ്റുള്ള ഹദീസുകൾ ഇതിനോട് തുലനം പോലും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വ്യക്തമായ നിബന്ധനകളാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സനദുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതിന്റെ അർത്ഥം അത്ര കുറ്റമറ്റ രൂപത്തിലാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഈ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഇമാം ബുഖാരിയുടെ കിതാബ് രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം ഇസ്ലാമിക ലോകത്ത് ബുദ്ധിയുള്ള, പ്രായപൂർത്തിയായ, നേരാമണ്ണം ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മുസ്ലിമും ബുഖാരിയെ സംബന്ധിച്ച് തള്ളി പറഞ്ഞിട്ടില്ല, അംഗീകരിക്കാതെ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ ശറഹ് മുസ്ലിമിൽ, ഇത്തഫഖൽ ഉലമാഉ അലാ അന്ന അസഹൽ കുതുബി ബഅദൽ ഖുർആനിൽ കരീം, ഖുർആനിൽ കരീമിന് ശേഷം, പരിശുദ്ധ ഖുർആനിന് ശേഷം ഏറ്റവും അസഹായ കിതാബാണെന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത് അസ്-സഹീഹാൻ, രണ്ട് സഹീഹിന്റെ കിതാബുകളാണ്. ഒന്ന് സഹീഹുൽ ബുഖാരി, രണ്ട് സഹീഹ് മുസ്ലിം. എന്ന് മാത്രമല്ല, ഭൂമി ലോകത്തുള്ള സകല മനുഷ്യരും ഇത് രണ്ടും സഹീഹാണെന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചതും സ്വീകരിച്ചതുമാണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞു, പ്രിയമുള്ളവരെ, സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ചും അതിൽ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബുകളെ സംബന്ധിച്ചും ഈ ഹദീസിന്റെ ഗ്രന്ഥത്തെയാണ് ഇന്ന് ചില ആൾക്കാർ ഈ ഹദീസിന്റെ ചരിത്രം അറിയാത്ത, സനദുകളെ സംബന്ധിച്ച് അറിയാത്ത, നേരാവണ്ണം ഹദീസിൽ ക്രോഡീകരിക്കപ്പെട്ട രണ്ട് കിതാബിന്റെ പേര് പോലും ഫുള്ള് പറയാനറിയാത്ത ചില മനുഷ്യന്മാര് അവർ ഈ ഹദീസിന്റെ കിതാബുകൾ തോട്ടിലെറിയണമെന്നും അത് നമുക്ക് ആവശ്യമില്ല എന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നും പറയുമ്പോൾ എത്രത്തോളം അപകടത്തിലാണ് ഇവർ ചെന്ന് പതിച്ചിട്ടുള്ളതെന്ന് നമ്മൾ തിരിച്ചറിയണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു വാക്കുകൾ കാണാം. അദ്ദേഹം പറയണം, അമ്മാ കുതുബുൽ ഹദീസിൽ മഅറൂഫ മിസ്ലൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും പോലെയുള്ള അറിയപ്പെട്ട ഹദീസിന്റെ കിതാബുകൾ, ഫലൈസ തഹ്ത അദീമിസ് സമാഇ കിതാബുൻ അസഹു മിനൽ ബുഖാരി വ മുസ്ലിം ബഅദൽ ഖുർആൻ, ഖുർആനിന് ശേഷം ആകാശത്തിന്റെ ചുവട്ടിൽ സഹീഹായ, ബുഖാരിയേക്കാളും മുസ്ലിമിനേക്കാളും സഹീഹായ ഒരു കിതാബും ഇല്ലതാനും. അതായത് ഖുർആന് ശേഷം ഈ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ച നിലപാടാണത്. ഒരു കൃത്യവും വ്യക്തവുമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത്. അത് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമുമാണ്. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ ഇത്തരത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആദ്യമായി കടന്നു വെച്ചത് ജനസമൂഹത്തിനിടയിൽ അവർ ഖുർആനിന് ശേഷം സ്വീകരിച്ചിട്ടുള്ളതായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളെ താറടിച്ച് കാണിക്കുക, അതിനെ വക്രീകരിക്കുക, അതിനെ മോശപ്പെട്ട രൂപത്തിൽ ജനസമൂഹത്തിനിടയിൽ വഷളാക്കുന്ന രൂപത്തിൽ ചിത്രീകരിക്കുക. ഇത് കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ സ്വീകരിച്ച നിലപാടാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ കാലഘട്ടത്തിൽ മുബത്തദിഅകൾ ചെയ്തതും ഇതേ പണിയാണ്. ആ സമയത്താണ് അദ്ദേഹം മിൻഹാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തൊരു മറുപടി. അദ്ദേഹം പറയാൻ, നമുക്കും അത് തന്നെയാണ് പറയാനുള്ളത്.
അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കാൽബടന്മാരായി ഹദീസിന്റെ സേവകന്മാരായിരിക്കുന്ന ഓരോരുത്തർക്കും അവർ നെഞ്ചിൽ എഴുതി വെച്ച് ഇന്നും ഹദീസ് നിഷേധിക്കുന്ന മുബത്തികളുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്കും പറയാനുള്ളത് തന്നെയാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജിൽ പറയുകയാണ്, വമിത്ലു ഹഉലാഇൽ ജുഹാൽ, ഈ പമ്പര വിഡ്ഢികൾ, സഹീഹ് ബുഖാരിനെയും മുസ്ലിമിനെയും താറടിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഈ പമ്പര വിഡ്ഢികൾ, യളുന്നൂന, അവർ വിചാരിക്കുന്നു, അന്നൽ ഹദീസ് അല്ലതി ഫിൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയിലും ഇമാം മുസ്ലിമിലുമുള്ള കിതാബുകൾ, ആ രണ്ട് സഹീഹ് ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസുകളാണ്, ഇന്നമാ ഉഖിദത് അനിൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരി മുസ്ലിമാണ് ഈ ഹദീസൊക്കെ ഉണ്ടാക്കിയത്, അവർ മാത്രമാണ് ഇത് ക്രോഡീകരിച്ചത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങൾ അറിവില്ലാത്തതിന്റെ പേരിൽ. അതുകൊണ്ടാണ് അവർ പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം, റസൂലുള്ളാഹി വഫാത്തായതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കിതാബുകൾ ക്രോഡീകരിച്ചത്, അതുകൊണ്ട് അത് തള്ളിക്കളയേണ്ടതാണെന്ന് പറയാൻ കാരണം അതാണ്. എന്നാൽ അവർ മനസ്സിലാക്കിക്കൊള്ളുക, ഇമാം ബുഖാരി മുസ്ലിം ജനിക്കുന്നതിന് മുമ്പേ ഹദീസിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുസന്നഫ് അബ്ദുർ റസാഖും അതിമ മാലിക്കിന്റെ മുവത്തയും അതേപോലെ മുസ്നദ് അബീ ദാവൂദും മുസ്ലിം അഹ്മദ് ബിൻ ഹംബലും ഈ ഹദീസുകളൊക്കെ ഹിജറ 230 അല്ലെങ്കിൽ ഹിജറ 210 മുമ്പ് മരിച്ചുപോയ പണ്ഡിതന്മാരാണ്. അവർ വരെ ഹദീസിന്റെ ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരിക്കും മുസ്ലിമിനും മുമ്പ് ഹദീസിന്റെ സനദുകളെ സംബന്ധിച്ചും ഹദീസിന്റെ ഇല്ലത്തുകളെ സംബന്ധിച്ചും ഹദീസിന്റെ ഓരോ മുക്കിലും മൂലയിലും നെല്ലും പതിരും വേർതിരിക്കുന്ന രൂപത്തിൽ അവർ പഠനം നടത്തിയിട്ടുണ്ട്, അവർ ഗവേഷണം നടത്തിയിട്ടുണ്ട്, അവർ ഈ ഹദീസ് നിരൂപണം ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരിക്കും മുസ്ലിമിനും മുമ്പും ശേഷവും അവർ മാത്രമല്ല ഈ പണിയെടുത്തത്. ചില ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇമാം ബുഖാരി മുസ്ലിം അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് അവരുമാണ് ഈ ഹദീസുകൾ ക്രോഡീകരിച്ചത്, അവർ മാത്രമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്, അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പറ്റൂല. കാരണം അവർ റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പണി ഇവർ ചെയ്തത് എന്ന്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാൽബടന്മാരായ നമുക്കും ഇന്ന് ഈ ഹദീസ് നിഷേധിക്കുന്നവരോട് പറയാനായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ നാട്ടിലെ ഈ ഒരു സലഫി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തതിന് ശേഷം ഈ സലഫി പ്രസ്ഥാനത്തിന്റെ നിലപാടും അന്ന് നമ്മുടെ മുൻഗാമികൾ കൈക്കൊണ്ട അതേ നിലപാട് തന്നെയാണ്. അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഏകദേശം ഹിജറ ക്രിസ്തു വർഷം 1950 കാലഘട്ടങ്ങളിൽ ഈ സലഫി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന NV അബ്ദുസ്സലാം മൗലവി, അദ്ദേഹത്തിന് അൽമനാർ മാസികയിൽ 3-ാമത്തെ ലക്കത്തിൽ, അതിന് തുടക്കം കുറിച്ച സമയം, അതിന്റെ 3-ാമത്തെ ലക്കത്തിൽ NV അബ്ദുസ്സലാം മൗലവി പറഞ്ഞു വെച്ചൊരു വാക്കുകളുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന് ഭൂമി ലോകത്ത് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട എല്ലാ ഹദീസുകളും അത് സഹീഹാണെന്നും സഹീഹായിക്കൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചവയും എന്ന് പറയുന്ന എന്ന ആശയം വരുന്ന പല രൂപത്തിലുള്ള ഹദീസുകൾ ഉദ്ധരണികൾ അദ്ദേഹം അതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ നമ്മുടെ നാട്ടിലെ സലഫി പ്രസ്ഥാനത്തിന്റെ, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതേപോലെ അതിനുശേഷം 1994 ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ഇന്നും ഹദീസിന്റെ വിഷയങ്ങളിൽ നമ്മുടെ കേരളക്കരയിൽ അറിയപ്പെട്ട ഹദീസ് പണ്ഡിതൻ, അദ്ദേഹം ഇതേപോലെ അൽമനാറിൽ അദ്ദേഹത്തിന്റെ ഇതേപോലത്തെ ഒരു മക്കാല വീണ്ടും പ്രസിദ്ധീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലും ഷെയ്ഖ് മുഹമ്മദ് മൗലവി രേഖപ്പെടുത്തിയതും ഇതേ ആശയമാണ്, ഇതേ ആദർശമാണ്. അതാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാരമ്പര്യമുള്ള ആദർശത്തിന്റെ നിലപാടായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതേ നിലപാട് തന്നെയാണ് ഇന്നും നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതും. മറിച്ച് ഈ പറയപ്പെട്ട പണ്ഡിതന്മാരൊന്നും അവരുടെ കിതാബുകൾക്ക് ചൊങ്ക് കൂട്ടാൻ വേണ്ടി, അവരുടെ കിതാബുകൾക്ക് ഒരു രസം പകരുന്നതിന് വേണ്ടി അവരൊരു ആലങ്കാരികമായി ഉപയോഗിച്ച പദങ്ങളല്ല, മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാട് എന്നും വളരെ വ്യക്തവും കൃത്യതയുമുള്ളതാണ്. അതങ്ങനെ തന്നെ ഈ കാലഘട്ടം വരെ രേഖപ്പെടുത്തി പോയിട്ടുമുണ്ട്. അതാണ് നമുക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടായി സ്വീകരിക്കാനും ഇത് ഹദീസുകൾ നിഷേധിക്കുകയും ഇമാം ബുഖാരിയെയും മുസ്ലിമും തോട്ടിൽ എന്ന് പറയുന്ന ബിദ്അഇകൾക്ക് മുന്നിൽ പറയാനുള്ളതും ഇതേ വാക്കുകൾ തന്നെയാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യക്കാരനായ ലോകം കണ്ട പണ്ഡിതൻ, ഹദീസിന്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ ഷെയ്ഖ് ഷാ വലിയുല്ലാഹ് അദ്ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന് പറയുന്ന കിതാബിൽ ഇതേ വിഷയം ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, അമ്മ സഹീഹാനി ഫഖദ് ഇത്തഫഖൽ മുഹദ്ദിസൂന അലാ അന്ന ജമീഅ മാ ഫീഹിമാ മിനൽ മുത്തസിലിൽ മർഫൂഅ്, സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുത്തസിലായ മർഫൂആയ എല്ലാ ഹദീസുകളും സഹീഹും ബിൽ ഖത്അ, ഖണ്ഡിതമായി ആ ഹദീസുകളൊക്കെ സഹീഹാണ് എന്ന് മാത്രമല്ല, വഅന്ന കുല്ല മൻ യുഹവ്വിനു അംറഹുമ
ഈ സഹീഹുൽ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും കാര്യത്തെ താറടിച്ച് കാണുന്നവർ നിഷേധിച്ചാലെന്നല്ല, അതിനെ തള്ളിയവരെന്നല്ല, മറിച്ച് അതിനെ ജനസമൂഹത്തിനിടയിൽ അതിന് വില കുറച്ച് കാണുന്നവർ ഫഹുവ മുബ്തദിഉൻ, അവർ മുബ്തദിആണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യമില്ലാത്തവരാണ്. ഗൈറ സബീലിൽ മുഅ്മിനീൻ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാരമ്പര്യമില്ലാത്തവരാണെന്നവർ വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഷാ വലിയുല്ലാഹ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ് എന്ന് പറയുന്ന കിതാബിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഉദ്ധരണി കാണാം. അദ്ദേഹം പറയാം, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി അത് ഞാൻ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. വ ഇന്നി ലഅഖ്ഷ, കാരണം തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, ഇൻ തറക്തു ഷൈഅൻ മിൻ അംരിഹി, റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിൽ ഏതെങ്കിലും ഒന്നിനെ അമൽ ചെയ്യാതെ മാറ്റിവെച്ചാൽ അൻ അസീഖ്, ഞാൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ. എപ്പോ? ഹിജ്റ 13 മുമ്പ്. ഹിജ്റ 13 റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നത്. അതിന് 13 അബൂബക്കർ സിദ്ദീഖ് വഫാത്താകുന്നത്. അതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട എല്ലാ ഹദീസുകളും ഒരേപോലെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അമൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നുകിൽ അമൽ ചെയ്യാതെ വിട്ടുപോയാൽ ഞാൻ വഴി പിഴച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുന്നു, ഭയപ്പെടുന്നു എന്ന് ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്താം. ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തലമുതിർന്ന പണ്ഡിതൻ ഇബ്നു ബത്ത റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അതിന് തഅലീഖ് എന്നോണം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ട് കാണാം, قال صاحب رسول الله صلى الله عليه وسلم يتخوف على نفسه من الزيغ إن هو خالف شيئا من أمر نبيه صلى الله عليه وسلم. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഒന്നിനെ സംബന്ധിച്ച് അമൽ ചെയ്യാതെ വിട്ടുപോയാൽ വഴി പിഴച്ചു പോകുമെന്ന് പേടിച്ചത് സാധാരണ മനുഷ്യനല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീലായ ഹബീബായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഹദീസിനെ നിഷേധിക്കാൻ ജനങ്ങൾ കാണിക്കുന്ന അവരുടെ ധൈര്യവും ഹദീസിനെ കുറ്റപ്പെടുത്താൻ അവർ കാണിക്കുന്ന മനോധൈര്യം അതെന്നെ വിഷമിപ്പിക്കുന്നതിന് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഇബ്നു ബത്ത റഹ്മത്തുള്ളാഹി അലൈഹി 1000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ചതാണ്. ഇതേ സംഭവത്തിനെ തന്നെ തഅലീഖായിക്കൊണ്ട് അബൂ ഖിലാബ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ട് കാണാം. അദ്ദേഹം പറയാൻ, ഇദാ ഹദ്ദത്ത അർ-റജുല, നീ ഒരു വ്യക്തിക്ക് ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു, തൽബിസ് സുന്ന, ഒരു വ്യക്തിക്ക് നീ ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു, ഫഖാല, അപ്പോൾ ആ മനുഷ്യൻ പറയും, ദഅന മിൻ ഹാദാ, നമ്മൾ ഒഴിവാക്കിയേക്ക്, നമ്മളെ വിട്ടേക്ക്, നമുക്ക് ഈ ഹദീസിന്റെ ആവശ്യമില്ല. വഹാതി കിതാബ് അല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് കൊണ്ട ഹദീസ് നമുക്ക് വേണ്ട. അവർ പറയും, ഹദീസുകൾ പിന്നീട് ക്രോഡീകരിക്കപ്പെട്ടതാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഹദീസ് മാറ്റിവെച്ചേക്ക് എന്ന് അങ്ങനെ പറയുന്നതായിട്ട് നീ കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കൊള്ളണം, അന്നഹു ളാൽ, അയാൾ പിഴച്ചവനാണ്, ജനങ്ങളെ പിഴപ്പിക്കുന്നവനാണെന്ന് നീ തിരിച്ചറിഞ്ഞു കൊള്ളണം. ഈ അബൂ ഖിലാബയുടെ ഈ വാക്കിന് തഅലീഖായിക്കൊണ്ട് ഇമാം അദ്ദഹബി മുഅർരിഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയായിട്ട് കാണാം. ഏകദേശം ഹിജ്റ 700 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തിയത്, ഇദാ റഅയ്തൽ മുതകല്ലിമൽ മുബ്തദി, ഒരു മുബ്തദിഇനെ നീ കണ്ടാൽ എന്ത് പറയുന്നതായിട്ട്, ദഅനാ മിനൽ കിതാബി വൽ അഹാദീസിൽ ആഹാദ്, നമ്മൾ നീ വിട്ടേക്കണം, നമുക്ക് കിതാബിന്റെ ആവശ്യമില്ല, അതേപോലെ തന്നെ ഹദീസിന്റെ ആവശ്യവുമില്ല, നമുക്ക് നമ്മുടെ ബുദ്ധിയുണ്ട്, ഹാതി അൽ അഖൽ, നമുക്ക് നമ്മുടെ ബുദ്ധിയുണ്ട്, ചിന്തിക്കാനും ഗവേഷണം നടത്താനും നമുക്ക് നമ്മുടെ ബുദ്ധി പര്യാപ്തമാണ്, അത് മതിയാകുന്നതാണ്, നമുക്ക് ഖുർആന്റെ ആവശ്യമില്ല, നമുക്ക് ഹദീസിന്റെ ആവശ്യമില്ല എന്നൊരാൾ പറയുന്നതായിട്ട് നീ കണ്ടാൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഫഅലം അന്നഹു അബൂ ജഹൽ, നീ മനസ്സിലാക്കിക്കൊള്ളണം അയാൾ അബൂ ജഹലിന് തുല്യമാണ് എന്ന് നീ തിരിച്ചറിയണം. ഇതാരാ പറയുന്നത്? ഇമാം അദ്ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് ആയില്ല പ്രിയമുള്ളവരെ, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാലഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ള നിലപാട്. പരിശുദ്ധ ഖുർആനിന് ശേഷം ഭൂമി ലോകത്ത് രചിക്കപ്പെട്ട ഹദീസിന്റെ കിതാബുകളിൽ കുറ്റമറ്റ രൂപത്തിലുള്ള എല്ലാ ഹദീസുകളും ഐക്യകണ്ഠേന സഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കിതാബാണ് സഹീഹുൽ ബുഖാരി മുസ്ലിം. അത് സ്വീകരിച്ചു പോരുക, അതിലെ ഹദീസുകളെല്ലാം സഹീഹാണെന്ന് സാക്ഷ്യപ്പെടുത്തുക, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ ചില ഹദീസുകളൊക്കെ നിഷേധിക്കാൻ തുടങ്ങി. അവരെ ഹദീസുകൾ നിഷേധിക്കാൻ പറയുന്നൊരു കാരണം നമ്മൾ നിഷേധിക്കുകയല്ല, മറിച്ച് നമ്മൾ നിരൂപണം ചെയ്യുകയാണ് എന്നാണ് അവർ പറയാ. നമ്മൾ ഹദീസിൽ നിരൂപണം ചെയ്യുകയാണ്. അത് വലിയ വിഡ്ഢിത്തം. കാരണം ഹദീസിന്റെ ഒരു സനദ് പോലും അറിയാത്ത,
അതല്ലെങ്കിൽ ഒരു ഹദീസിന്റെ കിതാബിന്റെ പൂർണ്ണ പേര് പോലും അറിയാത്ത, ഒരു സനദ് പോലും മനഃപ്പാടമില്ലാത്ത ഒരാൾ പറയാൻ ഞാൻ ഹദീസ് നിരൂപണം ചെയ്യുകയാണ് എന്ന്, അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം വേറൊന്നുമില്ല ലോകത്ത്. അപ്പൊ അവർ ഈ ഹദീസിന്റെ നിരൂപണം നടത്തുന്നു എന്നതിന്റെ പേരിൽ അതിന്റെ പിറകിൽ യഥാർത്ഥത്തിൽ അവർ ഹദീസ് നിഷേധിക്കുകയാണ്. എന്തുകൊണ്ട്? നമുക്ക് അൻവർ ഉസ്താദ് മുമ്പ് ക്ലാസ് സൂചിപ്പിച്ചതുപോലെ, ഒരാള് ഖുർആൻ മാത്രം മതി നമുക്ക്, ഹദീസ് വേണ്ട എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് ഹദീസ് നിഷേധമാണ്. ഷഹീർ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചില ഹദീസുകൾ സ്വീകരിക്കാം, മറ്റേത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതും ഹദീസ് നിഷേധമാണ്. ഒരു ഹദീസ് ആ ഹദീസ് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് സ്വീകരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നതും ഹദീസ് നിഷേധം തന്നെയാണ്. ഹദീസ് മൊത്തം നിഷേധിക്കണമെന്നില്ല, മറിച്ച് ഒരു ഹദീസിനെ ഉസൂലുൽ ഹദീസിന്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്ത് സഹീഹായി രേഖപ്പെടുത്തിയിട്ടുള്ള, സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിനെ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ കാലഘട്ടത്തിന് ചേരുന്നില്ല, എൻ്റെ ആദർശത്തിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ തള്ളുകയാണെങ്കിൽ അതും ഹദീസ് നിഷേധം തന്നെയാണ്. ഈ ഹദീസ് നിഷേധത്തിന്റെ വിഷയത്തിൽ പറയപ്പെട്ട എല്ലാ താക്കീതുകളും അവർക്കും ബാധകമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കാലഘട്ടത്തിൽ മുഅ്തസിലിയാക്കളാണ് ഹദീസ് നിഷേധിച്ചു തുടങ്ങിയത്. മുഅ്തസിലിയാക്കള് ഇന്ന് നമ്മൾ കാണുന്ന ഹദീസ് നിഷേധികൾ നിഷേധിച്ച എല്ലാ ഹദീസുകളും പണ്ട് മുഅ്തസിലിയാക്കളും നിഷേധിച്ചതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയാൻ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല, നമ്മൾ കിതാബ് ഓതി നമ്മൾ പുതിയ ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല, മറിച്ച് നമ്മുടെ മുൻഗാമികൾ അവർക്ക് പറഞ്ഞു വെച്ച മറുപടികൾ ധാരാളമാണ്. അവരുടെ കിതാബുകൾ, പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലുള്ള കിതാബുകളിലൊക്കെ വളരെ വിശാലമായി കൊണ്ട് തന്നെ ഹദീസിന്റെ നിഷേധികൾക്ക് കൊടുത്ത മറുപടി ഇന്നും സുലഭമായി നമുക്ക് ലഭ്യമാണ്. കാരണം അവരാണ് തുടക്കം കുറിച്ചത്. മുഅ്തസിലികളാണ് ആദ്യമായി ഹദീസ് നിഷേധത്തിന് തുടക്കം കുറിച്ചത്. അത് പിന്നീട് പാരമ്പര്യമായി വരികയും നമ്മുടെ നാട്ടിൽ ചേകന്നൂർ മൗലവി കൊണ്ട് നടക്കുകയും ചെയ്തു, ഇല്ലേ? ചേകന്നൂർ മൗലവി ആദ്യം വന്നുകൊണ്ട് ഹദീസ് പാടില്ല, സ്വീകരിക്കാൻ പാടില്ല, അത് തോട്ടിലെറിയണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഘട്ടം ഘട്ടം അദ്ദേഹം ആദ്യം പറഞ്ഞു വെച്ചത് ഇജ്മാഉം ഖിയാസും തെളിവല്ല, ഖുർആനും സുന്നത്ത് മാത്രമാണ് തെളിവ് എന്ന് ആദ്യം ചേകന്നൂർ മൗലവി പറഞ്ഞു വെച്ച വാദമാണ്. അന്ന് തന്നെ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലയെടുപ്പുള്ള പണ്ഡിതൻ, അദ്ദേഹം എതിർത്തു. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ഇസ്ലാമിന്റെ ശത്രുവാണ്, ഇദ്ദേഹം വലാലത്തിലേക്കുള്ള കാലം എടുത്തു വെച്ചിട്ടുള്ളത്. ഉമർ മൗലവി അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഫറാസത്ത് കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അന്ന് പലരും ഉമർ മൗലവിയെ കളിയാക്കി, ഉമർ മൗലവിയെ നിഷേധിച്ചു. ഇന്ന് നമ്മൾ യാഥാർത്ഥ്യമായി കാണുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു ആഹാദായ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല, മുതവാത്തിർ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. പിന്നെ കുറച്ച് അങ്ങോട്ട് കൂടി ചെന്നിട്ട് പറഞ്ഞു ചില ഹദീസുകൾ മുതവാത്തിർ ആണെങ്കിലും സ്വീകരിക്കാൻ പാടില്ല. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയിട്ട് പറഞ്ഞു നമ്മളെ ബുദ്ധിക്ക് യോജിക്കാത്ത, ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത ഹദീസ് നമുക്ക് ആവശ്യമില്ല. പിന്നീട് അങ്ങോട്ട് പറഞ്ഞു ഹദീസേ നമുക്ക് ആവശ്യമില്ല, മറിച്ച് അള്ളാഹിന്റെ കിതാബ് മാത്രം മതി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചെന്നെത്തി. നമ്മൾ ഷെയ്ഖുൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആൻ മാത്രം അംഗീകരിച്ച് ഹദീസിനെ മാറ്റി നിർത്തിയാൽ ഈ പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധ്യമല്ല. ഖുർആൻ മാത്രം അംഗീകരിച്ച് ഹദീസിനെ തള്ളിയാൽ നമുക്ക് ഒരു കാലഘട്ടത്തിലും മുസ്ലിമായി ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഉദാഹരണ സഹിതം ഇവിടെ വിശദീകരിക്കപ്പെട്ടതാണ്. പിന്നെ അതേ ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ, പ്രത്യേകിച്ച് മർക്കസ് ദഅവയുടെ ചില ആൾക്കാർ, അതിന്നും ഈ ഹദീസ് നിഷേധത്തിന്റെ ബാക്കി ഭാഗമായിക്കൊണ്ട് അവരത് സ്വീകരിച്ചു പോന്നു. അവരും അന്ന് മുഅ്തസിലിയാക്കളും അതുപോലെ തന്നെ ചേകന്നൂരുകളും പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നത് ഹദീസ് നിഷേധമല്ല, മറിച്ച് നമ്മൾ നിരൂപണമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരും രംഗത്ത് വന്നിട്ടുള്ളത്. അവർ ഒരുപാട് ഹദീസുകൾ അവർ നിഷേധിച്ചു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന്, അവർ പറഞ്ഞൊരു ഹദീസ് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. 2004 അവരുടെ ശബാബ് മാസികയിൽ 11ാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, ഒരു ലേഖനം. അതിൽ രേഖപ്പെടുത്തിയത് ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയ. ഈ ഹദീസ് അഭിപ്രായ വ്യത്യാസമുണ്ട്, ചില പണ്ഡിതന്മാർ ലൈഫാക്കിയിട്ടുണ്ട്, ചില സഹീഹാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഹദീസ് സംബന്ധിച്ച് അവർ ആ ലേഖനത്തിൽ എഴുതിയത് ഈ ഹദീസ് പരിശുദ്ധ ഖുർആനിന് എതിരാണ്, അതുകൊണ്ട് ഈ ഹദീസ് തള്ളപ്പെടേണ്ടതാണ്. എന്നിട്ട് ചില ആയാത്തുകൾ അവർ ഓതുകയും ചെയ്തു. ചില ആയാത്തുകൾ മിൻഹ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, ഈ ആയത്ത് ഓതി. എന്നിട്ട് പറയാണ് ഈ ഹദീസ് ഈ ആയത്തിന് എതിരാണ്, അതുകൊണ്ട് ഈ ആയത്തിന് എതിരായതുകൊണ്ട് നമ്മൾ അതിനെ തള്ളണം, അതിനെ സ്വീകരിക്കേണ്ടതില്ല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതൻ അന്ന് തന്നെ ഇവരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഹദീസ് ഖുർആൻ എതിരാണ് പറയുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ടുള്ള റസൂലുള്ളാഹി തങ്ങളുടെ കാലം തൊട്ട് ഇന്നേ വരേക്കുള്ള ഈ ഹദീസും ഈ ആയത്തും ഓതിയിട്ടുള്ള ഇസ്ലാമിന്റെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ
ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ള മുഫസ്സിറുകൾ, ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ള മുഹദ്ദിസുകൾ, ഇത് രണ്ടിൽ നിന്നും താരതമ്യക്കൊണ്ട് ഫിഖിന്റെ അഹ്കാമുകൾ ഇസ്തിംബാത്ത് ചെയ്തിട്ടുള്ള ഫുഖഹാക്കൾ, ഇത് രണ്ടിനെയും ക്രോഡീകരിച്ചിട്ടുള്ള മുജദ്ദിദുകളും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരും, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് മുമ്പ് ഈ ഹദീസ് ഈ ഖുർആൻ എതിരാണെന്ന് പറഞ്ഞതായി തെളിയിക്കാൻ പറ്റുമോ എന്ന് അവർ പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിന്റെ ആവശ്യം നമുക്കില്ല. കാരണം ഉസൂൽ ഹദീസ് പഠിച്ചാൽ മാത്രം മതി ഒരു ഹദീസിനെ സ്വീകരിക്കേണ്ടതാണോ തള്ളേണ്ടതാണോ എന്ന് മനസ്സിലാക്കാനെന്ന്. നഊദു ബില്ലാഹ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മളെപ്പോഴും പഠിച്ചു വെക്കേണ്ട, പ്രത്യേകിച്ച് തുല്ലാബുൽ ഇൽമുകൾ മനസ്സിലാക്കി വെക്കേണ്ട, അതേപോലെ ദാഇമാർ മനസ്സിലാക്കി വെക്കേണ്ട ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇയ്യാക അൻ തതകല്ലമ ഫീ മസ്അല, നീ ഒരു മസ്അല ഒരു അഭിപ്രായം പറയുന്നത് നീ സൂക്ഷിക്കണം. ലൈസ ലക ഫീഹാ ഇമാമുൻ, ആ വിഷയത്തിൽ നിനക്കൊരു ഇമാമില്ലാതെ, ഒരു ഇമാമിന്റെ പിൻബലമില്ലാതെ നീ ഇസ്ലാമിന്റെ മസ്അലകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു കാര്യം പറയുന്നത് നീ സൂക്ഷിക്കണം. അതാണ് അഹ്ലുസുന്ന ജമാഅത്തിന്റെ പ്രത്യേകത. അവരെന്ത് പറയുമ്പോഴും മുൻഗാമികളുടെ പിൻബലത്തോടു കൂടി മാത്രമേ അവർ പറയൂ. അതാണ് നമ്മൾ പറയുന്നത് ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് ഫഹ്മു സഹാബ അനുസരിച്ചു കൊണ്ടാണ്. അതെങ്ങനെ നമുക്ക് കിട്ടുക? നമ്മുടെ ഇസ്ലാമിന്റെ അഹ്ലുസുന്ന ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നാളേക്ക് നാളെ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനാണ് സലഫികൾ എന്ന് പറയാ, മുൻഗാമികളെ ഫോളോ ചെയ്യുന്നവർ. അതല്ലാത്തവർ തീർച്ചയായും അഹ്ലുസുന്ന ജമാഅത്തിൽ നിന്നും പുറത്തായിരിക്കും. അതേപോലെ അവർ നിഷേധിക്കുന്ന ഒരു ഹദീസ്, പ്രസിദ്ധമായ ഹദീസ് തന്നെ, ഇമാം ഒരുപാട് ഏകദേശം 7ഓളം സഹാബ ഉദ്ധരിക്കപ്പെടുന്ന റസൂലുള്ളാഹി തങ്ങൾ സിഹർ ബാധിച്ചു എന്ന് പറയപ്പെടുന്ന ഹദീസ്, ഏകദേശം 7ഓളം സഹാബാക്കളിൽ നിന്നാണ് അത് ഉദ്ധരിക്കപ്പെടുന്നത്. ആ ഹദീസിനെയും അവർ തള്ളി, അവർ നിഷേധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സുപ്രഭാതത്തിൽ വന്ന് നിഷേധിച്ചതല്ല. എപ്പോഴും തിരിച്ചേണ്ടൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ഒരു കെട്ടുറപ്പിനുള്ളിലാണ്. നമുക്കൊക്കെ ഒരു പരിധിയുണ്ട്, സംസാരിക്കുന്നതിലും ചെയ്യുന്നതിലും ഒരു പരിധിയുണ്ട്. ഇസ്ലാം ഒരു ബൗണ്ടറിക്കുള്ളിലാണ് നമ്മളെല്ലാവരും. ആ ബൗണ്ടറി പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതിന് പുറത്തു പോയാൽ പിന്നെ ഖർറ മിനസ്സമ, ആകാശത്ത് നിന്ന് വീണവനെ പോലെ ആയിരിക്കും, പിന്നെ പിടുത്തം കിട്ടൂല. ആ ഇസ്ലാമിൻ്റെ ബൗണ്ടറി പൊട്ടിച്ചാൽ പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെയാ പറയുന്നത്, ഒരു പിടുത്തം കിട്ടൂല അല്ലേ? ഒരു കാലഘട്ടത്തിൽ ഇവർ ഈ സിഹറിന്റെ ഹദീസ് നിഷേധിക്കാൻ കാരണമായിട്ട് പറയുന്നത് ആ സനദിൽ ഹിഷാം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? ഹിഷാം അൻ ഉർവ അൻ ആയിഷ റളിയല്ലാഹു അൻഹ, അസഹുൽ അസാനീദായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചൊരു ഹദീസാണ്, സനദാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ഹദീസ് നിഷേധിച്ച നിഷേധികളുടെ മർക്കസ് ദഅവയുടെ തലമുതിർന്ന പണ്ഡിതന്മാർ തന്നെ പത്തരമാറ്റിന്റെ സനദാണിതെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. അത്ര പവർഫുള്ളായ സനദാണ് ഹിഷാം അൻ ഉർവ അൻ ആയിഷ, അസഹുൽ അസാനീദായി പഠിപ്പിക്കപ്പെട്ട ഹദീസ് സനദ. ആ സനദിനാണ് പിന്നീട് ഹിഷാം കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ നിഷേധിക്കുന്നത്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കിതാബുകൾ നേരാമണം നോക്കി വായിക്കാനോ അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനോ അറിയാത്തതിൻ്റെ പ്രത്യാഘാതമാണ് അവർ സംഭവിച്ചിട്ടുള്ളത്. ഇമാം മാലിക് പറയുന്നതായിട്ട് കാണാം, ഇമാം ദഹബി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. ഇമാം മാലിക് പറയുന്നു ഹിഷാം കദ്ദാബ്, ഹിഷാം കള്ളനാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇമാം മാലിക് പറയുന്നതായി ഇബ്നു മുഫ്ലിഹ് ഉദ്ധരിക്കുന്നതായിട്ട് ഇമാം ദഹബി പറയാണ്. അതല്ല, ഇമാം ദഹബിയുടെ വകയല്ല പറഞ്ഞത്. ഇബ്നു മുഫ്ലിഹ് പറയുന്നതായി ഇമാം മാലിക്കിൽ നിന്നും ഒരു ഉദ്ധരണി ആരുദ്ധരിക്കുന്നു? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഉദ്ദേശം ഇമാം മാലിക് പറയാണ് ഹിഷാം കദ്ദാബാണ് എന്ന്. ഇതിനെ സംബന്ധിച്ച് ആ കിതാബിന്റെ ബാക്കി ഭാഗത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് നിഷേധികൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഈ ഭാഗം മാത്രം എടുത്തു, എന്നിട്ട് പറഞ്ഞു ഹിഷാം കദ്ദാബാണ്, ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. നഊദു ബില്ലാഹ്. ഹിഷാം ആരാന്നറിയോ? താബിഇയാണ്, വലിയ അറിയപ്പെട്ട താബിഇ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് ഹറാമാണെന്ന് പഠിപ്പിച്ച ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും സുന്നത്ത് നോമ്പെടുത്ത മഹാനാണ്. എന്ന് മാത്രമല്ല അസ്മാ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹുവിന്റെ ശിഷ്യനും കൂടിയാണ്. ഒരുപാട് സഹാബാക്കളെ കണ്ടിട്ടുള്ള മഹാനാണ്. അബ്ദുല്ലാഹിബ്ൻ ഉമറിനെ പോലെ, അബ്ദുല്ലാഹിബ്ൻ അബ്ബാസിനെ പോലെ പ്രഗത്ഭന്മാരായ പല സഹാബാക്കളെയും കണ്ടിട്ടുള്ള താബിഈ പണ്ഡിതനാണ്. അതുമാത്രമല്ല കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അബ്ദുല്ലാഹിബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു ഹിഷാമിന്റെ തലയിൽ കഴിവെച്ച് ദുആ ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹത്തിന് നീ ഇൽമിൽ പാണ്ഡിത്യം നൽകണേ എന്ന്. അത്തരത്തിൽ ഉദ്ധരിക്കപ്പെട്ട മഹാനാണ് ഇമാം ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹി. എന്ന് മാത്രമല്ല ഖദീജ റളിയല്ലാഹുവിന്റെ സഹോദരന്റെ മകൻ കൂടിയാണ്. സുബൈർ ബിൻ അവ്വാമിന്റെ മകൻ ഉർവ, ആ ഉർവയുടെ മകനാണ് ഹിഷാം. രണ്ടുപേരും, ഉപ്പയും മകനും, ഹിഷാമും അദ്ദേഹത്തിന്റെ ബാപ്പ ഉർവയും, രണ്ടുപേരും അറിയപ്പെട്ട താബിഈ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്.
എന്നിട്ട് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി ബാക്കി ഭാഗം വിശദീകരിച്ചിട്ട് കാണാം, ഇമാം അഹ്മദ് ബിൻ അസ്റം പറയുകയാണ്, ഇവിടെ ഒരുപക്ഷെ ഫിൽ കലാമി അൽ ആദി, ജനങ്ങളോടുള്ള സംസാരത്തിൽ കളവ് പറയും എന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. അമ്മാ ഫിൽ ഹദീസ് ഫസിഖത്തുൻ, ഇമാം ഹിഷാം ആകട്ടെ ഹദീസിൽ സിഖത്താണ്, സ്വീകരിക്കപ്പെടാൻ യോഗ്യനാണ് എന്ന്. ഇത് മാത്രമല്ല, അതിനുശേഷം ഇമാം ദഹബി റഹ്മത്തുള്ളാഹി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ഇവിടെ ഇമാം മാലിക് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതായിട്ട് ഇബ്നു മുഫ്ലിഹ് ഉദ്ധരിക്കുന്നതാകട്ടെ വഫീഹി ലൈസത് ബിമഹ്ഫൂള, അത് സ്വീകരിക്കപ്പെടാവുന്നതും അല്ല, ആ റിവായത്ത് തള്ളപ്പെടേണ്ടതാണ്, കാരണം അതിൽ പേര് പറയപ്പെടാത്ത പല ആൾക്കാരുമുണ്ട് എന്ന്. അതിന് കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇമാം മാലിക്കിന്റെ റാവി കൂടിയാണ് ഹിഷാം. ഏകദേശം ഇമാം മാലിക്കിന്റെ മുവത്തയിൽ 138ഓളം സനദുകൾ ഹിഷാമിന് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം. സ്വന്തം ഉസ്താദിന് ഉദ്ധരിക്കുകയും എന്നിട്ട് ആ ഉസ്താദ് കദ്ദാബാണെന്ന് പറയുകയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല, അതുകൊണ്ട് ഇമാം മാലിക് അങ്ങനെ പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ദഹബി തന്നെ വിശദീകരിക്കുകയാണ്. അത് മാത്രമല്ല, ഇമാം മാലിക്കിന്റെ മുവത്ത തുറന്നാൽ ആദ്യത്തെ 8ാമത്തെ ഹദീസും അങ്ങോട്ട് തുടങ്ങാൻ ഹിഷാമിന്റെ ഓരോ സനദുകളും. ഹിഷാം അൻ ഉർവ അൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്ന ഹദീസുകൾ. അതൊക്കെ ഇരിക്കട്ടെ, ഹിഷാം കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സിഹറിന്റെ ഹദീസ് നിഷേധിച്ചത്. എന്നാൽ ഈ ഹിഷാമും ആയിഷ എന്നല്ലാത്ത, ഉർവയില്ലാത്ത, ഹിഷാമില്ലാത്ത വേറെ വ്യത്യസ്തമായ സനദിൽ നിന്നും 7ഓളം സഹാബാക്കളും ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ തയ്യാറോ സ്വീകരിക്കാൻ എന്ന് ചോദിച്ചാൽ അവർ പറയും അതിന്റെ മത്തിനെ കുറിച്ചൊന്ന് പഠിക്കാനുണ്ട് എന്ന്. അതിന്റെ അർത്ഥം ഇവർ നടത്തിയ നിരൂപണമല്ല, ഇവർ നടത്തിയ പഠനവുമല്ല, മറിച്ച് ഇവരുടെ ബുദ്ധി വെച്ചുകൊണ്ട് ഇവർ ഓരോ ഹദീസിനെ, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോ ഹദീസുകളെയും നിഷേധിച്ച് തള്ളുകയാണ് എന്നാണ് യാഥാർത്ഥ്യം. അതേപോലെ ഇവർ നിഷേധിച്ച മറ്റൊരു ഹദീസാണ് അജ്വ കാരക്കയുടെ ഹദീസ്. 100ഓളം റിവായത്തുകൾ വന്ന ഹദീസാണ്. മുസ്ലിം ലോകം 2 അഭിപ്രായമില്ലാതെ സ്വീകരിച്ച ഹദീസുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു അജ്വ കാരക്ക കഴിച്ചാൽ ഒരു സിഹറും ബാധിക്കൂല, അതേപോലെ തന്നെ വിഷവും ബാധിക്കൂല എന്ന ഹദീസ്. ഈ ഹദീസ് നിഷേധിക്കാൻ അവർ നടത്തിയ പഠനം എന്താ അറിയോ? വളരെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവർ പറയുന്നത്, ഈ ഹദീസ് ഉദ്ധരിച്ച, ഈ ഹദീസ് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന്. ഒരു സ്ഥലത്ത് സിഹർ നിഷേധിച്ചു. ഈ ഹദീസ് നിഷേധിക്കാൻ അവർ പറഞ്ഞ കാര്യം, ഇവിടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അജ്വാക്കാരൊക്കെ കഴിച്ചാൽ നിങ്ങൾക്ക് സിഹർ ബാധിക്കൂല, വിഷം തീണ്ടൂല. എന്നിട്ട് ആ പറഞ്ഞ റസൂലുള്ളാഹിക്ക് തന്നെ സിഹർ ബാധിച്ചല്ലോ, അതുകൊണ്ട് ഈ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല, അത് തള്ളേണ്ടതാണ് എന്ന്. ഞാൻ ആലോചിച്ച് നോക്കണം, ഒരു സ്ഥലത്ത് സിഹർ നിഷേധിച്ചു, മറു സ്ഥലത്ത് വേറെ ഹദീസ് നിഷേധിക്കാൻ സിഹറിനെ സ്ഥിരപ്പെടുത്തി. നഊദു അല്ലാഹു കാക്കട്ടെ. അതിന്റെ അർത്ഥം ഇവർ ചെയ്യുന്ന നിരൂപണവുമല്ല, പഠനവുമല്ല, ഗവേഷണവുമല്ല, മറിച്ച് തികച്ചും ഇവരുടെ ബുദ്ധിക്കും ഇവരുടെ താല്പര്യത്തിനും അനുസരിച്ച് ഓരോ ഹദീസുകളും നിഷേധിച്ച് തള്ളുകയാണ് എന്നത് തെളിവാണ് ഇത് കൂടി. എന്നാൽ ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി വന്നാൽ എന്ത് ചെയ്യണം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിൽ വേദന വന്നാൽ എന്ത് ചെയ്യണം റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. തിബ്ബുൻ നബവി അതൊരു മേഖല തന്നെയാണ്. ഇമാം ദഹബിയെ പോലുള്ള ഇബ്നു ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ തിബ്ബുൻ നബിയിൽ കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഓരോ പണ്ഡിതന്മാരും റസൂലുള്ളാഹിയുടെ ചികിത്സ രീതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് പനി വന്നില്ലേ, അതിന്റെ അർത്ഥം ഈ റസൂലുള്ളാഹി പനി വന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞ ഹദീസ് തള്ളാൻ പറ്റുമോ? റസൂലുള്ളാഹിക്ക് പനി വന്നിട്ടില്ലേ? റസൂൽ കൈകാലുകൾ വേദന എടുത്തില്ലേ? മരിക്കാൻ കിടക്കുന്ന സമയം റസൂലുള്ളാഹി വഫാത്താകിന്റെ സമയം റസൂലുള്ളാഹിക്ക് ശരീരത്തിൽ വേദന ഉണ്ടായില്ലേ? അതിന്റെ അർത്ഥം റസൂൽ പറഞ്ഞ ഹദീസ് തള്ളണം എന്നാണോ? നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഇത്തരത്തിൽ ചാബല്യമായ ചില കാര്യങ്ങൾ, മുടന്തൻ ന്യായങ്ങൾ മുന്നിൽ വെച്ച് സ്വന്തം താല്പര്യവും സ്വന്തം മദ്ഹബിന്റെ ടീമിന്റെ താല്പര്യവും സംരക്ഷിക്കാൻ അവരുടെ കേവല ബുദ്ധി കൊണ്ട് അവരുണ്ടാക്കി പടച്ചുണ്ടാക്കി ചില കള്ളവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഹദീസുകളെ നിഷേധിക്കുക തന്നെയാണ് ഇക്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതേപോലെ സിറാത്തിന്റെ ഹദീസ്, ദജ്ജാലിന്റെ ഹദീസ്, മീസാനിന്റെ ഹദീസ്, അദാബുൽ ഖബറിന്റെ ഹദീസ്, ഇസ്രാ മിഅ്റാജിന്റെ ഹദീസ്, ഒട്ടനവധി ഹദീസുകൾ ഇവർ തള്ളിക്കളയുകയും ചെയ്തു. അതിൻ്റെ കൂടെ ചേർത്ത് പറയട്ടെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട മറ്റു ചില ആൾക്കാരുണ്ട്. അവർ പറയുന്നത് ഈസാ നബിയും മഹദിയും ഒന്ന് തന്നെയാണ്, അവരാകട്ടെ വന്നിട്ടുമുണ്ട് എന്ന് പറയുന്ന ഒരു കൗം, ഒരു വിഭാഗം. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഉദ്ദേശിക്കുന്ന ചാബിൽ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. അവർ പറഞ്ഞൊരു കാര്യം, ഇമാം മഹദിയും ഈസാ നബിയും ഒന്നാണെന്ന് വാദിക്കാൻ അവർ പറഞ്ഞ ഒരു കാര്യം, അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എത്ര ചെറിയ കുട്ടിയാണെങ്കിലും മനസ്സിലാകും, ഇവർക്കൊരു പിൻബലവുമില്ല, ഒരു ഇൽമുമില്ല, ഒരു അറിവുമില്ല. ഇതൊക്കെ ഏതോ ഒരു ഉത്തരേന്ത്യൻ ബായിയുടെ താല്പര്യം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവർ പറയാണ് ഈസാ നബിയും ഇമാം മഹദിയും ഒന്നാണ്. എൻ്റെ ആ ചങ്ങായി തെളിവ് ആയത്തോതി എന്താ അറിയോ? കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ. പരിശുദ്ധ സൂറത്ത് മറിയമിൽ അള്ളാഹു ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യം. മറിയം ബീവി ഗർഭം ധരിച്ചു, പ്രസവിച്ചു, ജനസമൂഹത്തിലേക്ക് വന്നപ്പോൾ ജനങ്ങൾ കളിയാക്കി,
കാരണം ഉപ്പയില്ലാതാണല്ലോ ഈസാ നബി ഉണ്ടായത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു മറിയയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഫഅശാറത് ഇലൈ, തൊട്ടിൽ കിടക്കുന്ന കുട്ടിയോട് ആംഗ്യം കാണിക്കുക. ജനങ്ങൾ ചോദിച്ചാൽ കുട്ടിയോട് ആംഗ്യം കാണിക്കുക. അങ്ങനെ കാണിച്ചപ്പോൾ ജനങ്ങൾ ചോദിച്ചു, കൈഫ നുകല്ലിമു, നമ്മളെങ്ങനെ സംസാരിക്കുക, മൻ കാന ഫിൽ മഹദി സബിയ, തൊട്ടിലിൽ കുട്ടിയായി കിടക്കുന്ന ഈ കുട്ടിയോട് നമ്മളെങ്ങനെ സംസാരിക്കുക എന്നവർ ചോദിച്ചു. ഇതാണ് ആ ഭാഗം. ഈ ആയത്ത് അവരെടുത്തു. എന്നിട്ട് അവർ പറയാണ്, ഇവിടെ കണ്ടില്ലേ, ഇത് ഈസാ നബി ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷെ അവിടെ കൈഫ നുകല്ലിം, നമ്മളെങ്ങനെയാണ് സംസാരിക്കുക, മൻ കാന ഫിൽ മഹദി, മഹദിയോട് എങ്ങനെയാണ് സംസാരിക്കുക എന്ന്. ഈ മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാണെന്ന് അറിയാത്തൊരു ജനം. മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിലാണെന്ന് 3-ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയുന്ന കാര്യമാണ്. അതിന് പോലും അറിവില്ലാത്തൊരു സമുദായം, ഒരു വിഭാഗം. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അവരോട് പറയും, ഇവിടെ മഹദി ഹർഫ് ജറായ ഫീ വന്നതുകൊണ്ട് മഹദിന് ജറ് കസറായി, മഹദിയായി. അപ്പൊ ഇവർ വിചാരിച്ചത് ഇമാം മഹദിയുടെ പേരാണ്. അപ്പൊ ഇമാം മഹദിയോട് സംസാരിക്കുക എന്നാണ് വന്നത്. അതിന്റെ അർത്ഥം ഈസാ നബി ഇമാം മഹദിയും ഒന്നാണ് എന്ന്. ഇത്ര വലിയ ചാബല്യങ്ങൾ പറയുന്നവർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഈ നിരൂപണം നടത്തുന്നതും പറയുന്നതും ഇൽമിന്റെ അടിസ്ഥാനത്തിലേ അല്ല. ഇവർ ജാഹിലികളാണ്, ജുഹാലുകളാണ്, അജ്ഹലുന്നാസാണ്. ഇവരുടെ ഈ ചാബല്യങ്ങൾ അവരുടെ താല്പര്യം അനുസരിച്ച് അവരിങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസ്, അത് അജുവാക്കാരുമായി ബന്ധപ്പെട്ട ഹദീസ് അവർ നിഷേധിച്ചു. അതുപോലെ കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിഷേധിച്ചു. കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസ് നിഷേധിക്കാൻ അത് ആ കൂട്ടത്തിൽ മർക്കസ് ദേവയുടെ തലമുതിർന്നൊരു പണ്ഡിതൻ അദ്ദേഹം ഉദ്ധരിച്ചൊരു ഉദ്ധരണി കാണാം. അവർ പറയാണ്, കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറ് ബാധിച്ചവനെ മഈൻ എന്ന വാക്കിലാണ് പരിചയപ്പെടുത്തുന്നത് എന്ന്. മഈൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയാണ്, മഈൻ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാത്തത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിലെ സൂറത്ത് മുൽക്കിന്റെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നില്ലേ, ബിമാ ഇൻ മഈൻ, ശുദ്ധമായ ജലം നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരും കൊണ്ടുതരിക എന്ന് അള്ളാഹു ചോദിക്കുന്നില്ല. അപ്പൊ മഈൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ജലം എന്നാണ് അർത്ഥം. ഇവിടെ റസൂലുള്ളാഹിന്റെ തെറ്റുപറ്റി, മത്തിനെ പൊള്ളാത്തതാണ്. കാരണം ഇവിടെ കണ്ണേറ് ബാധിച്ചവൻ മഈൻ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ ഹദീസ് തള്ളേണ്ടതാണ് എന്ന് നഊദുബില്ലാഹ്, അള്ളാഹു കാക്കട്ടെ. കാരണം അദ്ദേഹം മനഹലല്ലാത്ത മറ്റൊരു ഡിക്ഷണറി അദ്ദേഹം കണ്ടിട്ടില്ല. ഇന്ന് ഭൂമി ലോകത്ത് നിലവിലുള്ള ഏത് അറബി മുഅ്ജമെടുത്ത് പരിശോധിച്ചാലും, അത് മലയാളത്തിലാകട്ടെ, കന്നഡയിലാകട്ടെ, ഉറുദുവിലാകട്ടെ, ഏത് ഭാഷയിലുള്ള മുഅ്ജമെടുത്ത് പരിശോധിച്ചാലും അതിൽ കാണാം മഈൻ എന്ന് പറഞ്ഞാൽ മൻ അസാബഹുൽ ഐൻ, ആർക്കാണ് ഐന് ബാധിച്ചവൻ. ഏകദേശം 25ഓളം അർത്ഥമുണ്ട്. അതിലൊരർത്ഥം മാത്രമാണ് മഈന് ശുദ്ധജലം എന്നുള്ളത്. അതല്ലാത്ത ബാക്കി എല്ലാ അർത്ഥവും ഈ മുഅ്ജമിലെല്ലാം കാണാം മൻ അസാബഹുൽ ഐൻ, കണ്ണേറ് ബാധിച്ചവൻ, അതിനാണ് മഈൻ എന്ന് പറയുക എന്ന്. അതുപോലും അറിയാത്ത ആൾക്കാർ, അവരാണ് ഈ ഹദീസ് നിരൂപണം ചെയ്യുന്നവർ എന്ന് പറയപ്പെടുന്നത്. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതേപോലെ ഒരുപാട് ഹദീസിൽ ഈ കണ്ണേറിന്റെ ഹദീസുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഉദ്ധരിച്ചു. അതിന്റെ ചികിത്സാ രീതികളും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഅബ്തല ത്വായിഫത്തുൻ, ചില ആൾക്കാരൊക്കെ ഈ കണ്ണേറിനെ അങ്ങ് നിഷേധിച്ചു. മിമ്മൻ ഖല്ല നസീബുഹും മിനസ് സമഇ വൽ അഖൽ, ബുദ്ധിയും അറിവുമില്ലാത്ത ചില കൂട്ടക്കാർ ഈ ഹദീസുകളൊക്കെ നിഷേധിച്ചു. അംറൽ ഐൻ, കണ്ണേറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ നിഷേധിച്ചു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നമാ ദാലിക ഔഹാമുൻ ലാ ഹഖീഖത ലഹാ, അതൊക്കെ ചില തോന്നലുകളും ചില എന്താ പറയാ ഔഹാമുകളാണ്, യാഥാർത്ഥ്യമില്ലാത്തതാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറയാൻ, വഹഉലാഇ മിൻ അജ്ഹലിൻ നാസ്, ഈ കൂട്ടരാണ് ജനങ്ങളിൽ ഏറ്റവും പമ്പര വിഡ്ഢികൾ എന്ന് പറയുന്നത് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. അതാണ് പ്രിയമുള്ളവരെ നമുക്കും ഈ ഹദീസ് നിഷേധിക്കുന്നവരോട് പറയാനായിട്ടുള്ളത്. ഈ രൂപത്തിൽ ഒരുപാട് ഹദീസുകളെ നമ്മുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മർക്കസ് ദഅവയുടെ ചില ആൾക്കാർ അറിയാതെയോ അതല്ലെങ്കിൽ ചില താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയോ ഒരുപാട് ഹദീസുകൾ നിഷേധിച്ച് തള്ളുകയാണ്. നമ്മുടെ നാട്ടിലെ പലരും അറിവില്ലായ്മയുടെ പേരിൽ ആ ചതിയിൽ വീണു പോവുകയാണ്. നഊദുബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് വളരെ നസീഹത്തോടെ പറയാൻ, വളരെ നസീഹത്തോടെ, ആരും കളിയാക്കാനല്ല, കുറ്റപ്പെടുത്താനല്ല, അതേപോലെ തന്നെ ആക്ഷേപിക്കാനല്ല, മറിച്ച് നസീഹത്തോടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിഷേധിച്ചവൻ റസൂലുള്ളാഹി തങ്ങളുടെ ഷഹാദത്ത് ബാത്തിലാക്കിയവനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഷഹാദത്ത് ബാത്തിലാക്കിയവൻ കാഫിറിന്റെ ഗണത്തിലാണ്. കാഫിറാകട്ടെ കാലാകാലം നരകത്തിലുമാണ്. വലിയ അപകടത്തിലേക്കാണ് അതിൽ ചെന്ന് പതിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് തുടങ്ങിയ മുഅ്തസിലാക്കൾ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതേപോലെ ഹദീസ് നിഷേധിച്ചുകൊണ്ട് തുടങ്ങിയ അത് നമ്മുടെ ചേകന്നൂർ മൗലവിയുടെ ആ വിഭാഗം, അവരും അവസാനം മതനിരാസത്തിലേക്കും മതനിഷേധത്തിലേക്കും ചെന്നെത്തി. അതേപോലെ തന്നെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്
ഈ ഹദീസ് നിഷേധിക്കുന്നവർ അവസാനം ചെന്നെത്തുന്നത് ഈ മതത്തെ തന്നെ നിഷേധിക്കുന്ന മുർത്തദ്ദായി പോകുന്ന അവസ്ഥയിലാണ് ചരിത്രം സാക്ഷ്യം നിന്നിട്ടുള്ളത്. നമ്മൾ ഇന്നും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും നസീഹത്തോളം പറയാനുള്ളത്, ഹദീസുകൾ അത് പഠിച്ച പണ്ഡിതന്മാർ തന്നെ ഹദീസുകൾ സ്വീകരിക്കുക എന്ന് മാത്രമല്ല, ഈ ഹദീസുകൾ വരുന്നവർക്കും പോകുന്നവർക്കും തട്ടിക്കളിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദുർവ്യാഖ്യാനിക്കാനുമുള്ള ഒന്നല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായി സഹാബാക്കളുടെ കാലം തൊട്ട് റസൂലുള്ളാഹിയുടെ കാലം മുതൽ ഈ കാലഘട്ടം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അവരവരുടെ ജീവിതം തന്നെ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അരൂപത്തിൽ നമ്മളും ഹദീസിൻ്റെ സംരക്ഷണത്തിൻ്റെ കാവൽഭടന്മാരായി മാറണമെന്നാണ് നസീഹത്തോടുകൂടി എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഈ അവസാന കാലഘട്ടത്തിൽ ഈ ഹദീസിൻ്റെ സംരക്ഷണം എന്നുള്ളത് ആ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ്. ഈ മജ്ലിസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഹദീസിൻ്റെ സംരക്ഷണം അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. ഓരോ ഹദീസിനെയും നമ്മൾ നെഞ്ചിലേറ്റണം, അതിന് വഹിക്കണം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇമാം മുഹയ്യിസുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അദ്ദേഹം പറയാണ്, ഞാൻ പഠിച്ച ഓരോ ഹദീസുകളും ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്, ചില ഹദീസുകൾ ഒഴിച്ച്. അതേപോലെ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയം സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു. ആ ഹദീസ് പഠിച്ചപ്പോൾ അത് റസൂലിനെ ഫോളോ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഖൽഖുൽ ഖുർആന്റെ ഫിത്ന വരികയും അന്നത്തെ ഭരണാധികാരികൾ പീഡനങ്ങൾ സഹിച്ച് നാടുവിടുന്ന സമയം ഞാനൊരു ഗുഹയിൽ ഒളിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു, അള്ളാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ ഞാൻ പഠിച്ച ഹദീസുകൾ മുഴുവനും അമൽ ചെയ്യാൻ എനിക്ക് നീ തൗഫീഖും അവസരം ഒരുക്കി തന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഇമാം മുഹയ്യിസുന്ന അഹ്മദ് ബിൻ ഹംബലിന്റെ പിൻഗാമികളായ നമ്മൾ തീർച്ചയായും പ്രിയമുള്ളവരെ നമ്മുടെ ഹദീസുകൾ നമ്മൾ നെഞ്ചിലേറ്റണം, നമ്മുടെ ജീവിതം പ്രാവർത്തികമാക്കണം. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം ഇന്ന് ലോകത്ത് നിലവിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും ഒരു ആചാര്യന്മാരും അവരുടെ ജീവിതം ഇത്തരം സൂക്ഷ്മമായ കുറ്റമറ്റ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധ്യമല്ല. ഇത് മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സ്വതന്ത്രമായ അവരുടെ സ്വന്തമായ ഒരു അഹങ്കാരം അഭിമാനവുമാണ് ഉസൂലുൽ ഹദീസും അതേപോലെ ഹദീസിൻ്റെ മറ്റുള്ള വിജ്ഞാന ശാഖകളും. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രം പറയപ്പെടാവുന്ന അവരുടെ മാത്രം സ്വന്തമായ അഭിമാനവും അന്തസ്സുമാണ്. അത് ഈ ഉമ്മത്തിനല്ലാതെ വേറെ ആർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. റസൂൽ നമ്മുടെ നേതാവിൻ്റെ ജീവിതം ഒപ്പിയെടുത്ത് അത് പ്രാവർത്തികമാക്കുകയും അതിന് നെല്ലും പതിരും വേർതിരിക്കുന്ന രൂപത്തിൽ റസൂൽ ഹദീസുകളും ജർഹു തഅദീലുകളും ഉലൂമുൽ ഹദീസുകളും അതിൻ്റെ പഠന മേഖലകളും അതിൻ്റെ ഗവേഷണ മേഖലകളും അതുപോലെ തന്നെ അതിൻ്റെ ബഹ്സുകളും അതുപോലെ അതിന് ഹദീസിൻ്റെ വിജ്ഞാന ശാഖകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഹദീസുകൾ പഠിക്കാനും അത് ജീവിതം പ്രാവർത്തികമാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അതിൻ്റെ സ്വന്തക്കാരായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അടുത്ത വർഷം മുതൽ ഇത്തരത്തിലുള്ള ഭൂമി ലോകത്ത് മുഴുവനായി നടക്കുന്ന ഹദീസ് നിഷേധത്തെയും അതിനെ തുറന്ന് ജനസമൂഹത്തിൽ കാണിച്ചു കൊടുക്കുകയും സത്യം എന്താണ് ഹക്ക് എന്താണെന്ന് വേർതിരിച്ച രൂപത്തിൽ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൽ അഗ്രഗണ്യന്മാരായ അതിൽ പ്രാവീണ്യമുള്ള ഒരു ഹദീസ് കേട്ടാൽ അതിൻ്റെ സനദിനെ സംബന്ധിച്ചും മത്തിനെ സംബന്ധിച്ചും കുറ്റമറ്റ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് അത്തഖസ്സുസു ഫിൽ ഹദീസ് എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ അണിയറ പ്രവർത്തകന്മാർ, അതിൻ്റെ ഉസ്താദന്മാർ, അതിന് നടത്തിക്കൊണ്ടുപോകാൻ മറ്റുള്ള ഭൗതിക സംരംഭങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള അതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെയൊക്കെ മിസ്ലി സവാബ് നാളെ പരലോകത്തിലും അതേപോലെ നമ്മുടെ ഈ മുറ്റത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥാപനത്തിൻ്റെ അമരക്കാരൻ ഹാജിക്ക, അദ്ദേഹത്തിൻ്റെ പ്രിയതമ ഹജ്ജുമ്മ, അവരുടെ ഖബറിലേക്കും ഇതിൻ്റെയൊക്കെ ഒരു മിസ്ലി സവാബ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുമാറാകട്ടെ. ആ ഖബറിലെ ഇരുട്ടിനെ ഈ ഇൽമിൻ്റെ ഹദീസിൻ്റെ ഇൽമിൻ്റെ ശാഖകളെ കൊണ്ട് ഖുർആനിൻ്റെ ഇൽമിൻ്റെ ശാഖകളെ കൊണ്ട് പ്രകാശപൂരിതമാക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു തആല. هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.